Dear students, all are welcome in our first class of Management Concept and Principles. In this class, we are discussing about the term management and management approaches. You are already know about the term management in your plus 1 plus 2 classes. Therefore, I just recollect your memories in this class. Okay, let's start. The term management. What is the term management? What is management? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ അപ്രോച്ചസുകളെ കുറിച്ചുമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്നൊക്കെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കേട്ട കുറേ ടേമുകളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മകളിലെ ഈ പറയുന്ന ടേമുകളെ ഒന്ന് റീകളക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. The word management has been derived from the Latin word manager. The word management derived from the Latin word manager. It means to lead by the hand. It means to lead by the hand. Therefore, the management is simply called as the process of leading and directing whole or part of an organization by using resources. Okay. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേമിൻ്റെ ആ മാനേജ്മെൻറ്റ് ടേം ഉണ്ടായത് ഒരു ലാറ്റിൻ വേർഡ് മാനേജിയർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ വേർഡ് പറയുന്നത് ടു ലീഡ് ബൈ ദ ഹാൻഡ്, ടു ലീഡ് ബൈ ദ ഹാൻഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലീഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് വോൾ ഓർ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ ബൈ യൂസിങ് റിസോഴ്സസ് എന്നുള്ളതാണ്. വെൻ വി അനലൈസ് ദ വേർഡ് മാനേജ്മെൻറ്റ് വി ഗെറ്റ് എ 3 parts. ദറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ്. ദ ടേം മാനേജ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്കിതിനെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ടേമിനെ 3 പാർട്ടുകളായിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് മാനേജ്, ഒന്നാമത്തെ വേർഡ് മാനേജ്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മെൻ എന്ന് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മാനേജ്, മെൻ, ലാസ്റ്റ് ലെറ്റർ ടി. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾക്കതിനെ കട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾക്കതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കതിനെ 3 വാക്കുകളായിട്ട് തിരിക്കാം. അതായത് ഒന്ന് മാനേജ്, രണ്ടാമത്തെ മെൻ, മൂന്നാമത്തെ ടി എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്, മെൻ, അതുപോലെ തന്നെ ടി എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. മാനേജ്, മെൻ, ടി. ടി സ്റ്റാൻഡ്സ് ഫോർ ടാക്റ്റ്ഫുള്ളി. ടാക്റ്റ്ഫുള്ളി എന്നാണ് ടീനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് സിംപ്ലി കോൾഡ് ആസ് എ മാനേജ്മെൻറ്റ് ടാക്റ്റ്ഫുള്ളി. അപ്പോൾ മാനേജ്മെൻറ്റ് ടാക്റ്റ്ഫുള്ളിയാണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ദസ് മാനേജ്മെൻറ്റ് മീൻസ് ദ മാനേജ്മെൻറ്റ് ടാക്റ്റ്ഫുള്ളി. ഇറ്റ് ഈസ് ദ മാനേജിങ് മെൻ വിത്ത് എ ടാക്റ്റ് ഫോർ അച്ചീവിങ് ടാർഗറ്റ്സ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ഈ പറയുന്ന മെൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അതിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ടാക്റ്റ്ഫുള്ളി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ആ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മൾക്ക് നല്ല രീതിയിൽ എഫിഷ്യൻസി ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാം. ദ എഫിഷ്യൻസി ലീഡ്സ് ടു ദ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറയാം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു പൊതുവായ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു എയിം, അല്ലെങ്കിൽ ഒരു ഗോൾ, ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്ര കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇതൊക്കെ നിങ്ങൾ നേരത്തെ പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഒന്ന് അതിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. നമ്മളെപ്പോഴും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകർ പറയുന്ന ഒരു ടേമാണ് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇഫക്റ്റീവ്ലി ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി ആയിട്ട് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ ഈ പറയുന്ന ആ റിസോഴ്സസിനെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ,
ദെൻ നമുക്കത് ഒരുപാട് തരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്, നിങ്ങൾക്കതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൽ ഒരു 2-3 ഡെഫിനിഷൻ ഞാനിവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിഗ്രി ക്ലാസ്സുകളാണ്, അതുകൊണ്ട് നിങ്ങൾ സ്വന്തം നോട്ട് തയ്യാറാക്കണം. അപ്പോൾ ആവശ്യമുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൂയിസ് എ അലൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജ്മെൻറ്റ് ഡസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് അതാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ലൂയിസ് എ അലൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജ്മെൻറ്റ് ഡസ്. ഇതൊരു സിമ്പിളായ ഒരു സിംപ്ലി ഡിഫൈൻഡ് ഡെഫിനിഷനാണ് ഈ ലൂയിസ് എ അലൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജ്മെൻറ്റ് ഡസ്. മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ വില്യം എഫ് ഫ്ലിക്ക് പറഞ്ഞത് മാനേജ്മെൻറ്റ് ഈസ് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ദ എൻ്റർപ്രൈസസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ വില്യം പറഞ്ഞത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ റിസോഴ്സിനെയും ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റർപ്രൈസസിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വില്യം പറഞ്ഞത് അതാണ്, മാനേജ്മെൻറ്റ് ഈസ് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ദ എൻ്റർപ്രൈസസ് ഒബ്ജക്റ്റീവ്സ്. ടു അച്ചീവ് ദ എൻ്റർപ്രൈസസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ മാനേജ്മെൻറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മാൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഫോർ ദ പേർപ്പസ് ഓഫ് അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓർ എയിംസ്. ഓക്കെ, അപ്പോൾ ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള മെൻ, മെഷീൻ, മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ റിസോഴ്സസുകൾ നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുവായ ലക്ഷ്യം നമ്മൾ നിറവേറ്റുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് വില്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ അനദർ ഡെഫിനിഷൻ ഗിവൺ ബൈ ദ ഫ്രെഡ്മൻ മാലിക്. Management refers to the transformation resources into utility. ഇതൊരു മോഡേൺ ഡെഫിനിഷൻ ആണ്. മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ റിസോഴ്സസ് ഇൻ ടു യൂട്ടിലിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്. എന്താണ് ആ ഒന്ന് എന്ന് പറഞ്ഞത്, റിസോഴ്സസിനെ നമ്മൾ യൂട്ടിലിറ്റിയിലേക്ക് മാറ്റപ്പെടുത്തുന്ന, നമ്മൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക്, നമ്മൾക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുന്ന ആ രീതിയിലേക്ക് റിസോഴ്സസിനെ മാറ്റപ്പെടുന്ന പ്രവർത്തനത്തെ നമ്മൾക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയാം. മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ റിസോഴ്സസ് ഇൻ ടു യൂട്ടിലിറ്റി എന്നാണ് നമ്മുടെ ഫ്രെഡ്മൻ മാലിക് പറഞ്ഞത്. ഇതൊരു ന്യൂ ഡെഫിനിഷനാണ്, ഇതല്ലെങ്കിൽ ഒരു റീസെൻറ്റ് ഡെഫിനിഷനാണ് എന്ന് പറയാം നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഡെഫിനിഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഡെഫിനിഷനിൽ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക, നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ഇതൊന്ന് എഴുതുക. അപ്പോൾ മാനേജ്മെൻറ്റ് സിമ്പിളായിട്ട് നമ്മൾ ഈ ലൂയിസ് അലൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജ്മെൻറ്റ് ഡസ്. ഓക്കെ, ദെൻ മാരി പാർക്കർ ഫോളറ്റാണ് നമ്മളുടെ ഈ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞത്. ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആണ്. ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആണ് മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നേരത്തെ കേട്ട കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഗോൾ ഓറിയൻറ്റഡ്. എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു പ്രക്രിയയല്ല മാനേജ്മെൻറ്റ്. എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറില്ലുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് മാനേജ്മെൻ്റ് അല്ല, അതൊരു മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു മാനേജ്മെൻ്റ് ആണെങ്കിൽ അവിടെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ, മെഷീൻ, മെറ്റീരിയൽ റിസോഴ്സസ് is called management for the purpose of achieving certain predetermined goals. നമ്മൾ ഒരു മുൻപേ നമ്മൾ നിശ്ചയിച്ച ഒരു ഗോള് അച്ചീവ് ചെയ്യുക ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക, അവിടെ എന്തുണ്ട്, ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾക്ക് മാനേജ്മെൻറ്റിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഗോൾ ഓറിയൻറ്റഡ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് സർട്ടൻ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് ദ എൻ്റർപ്രൈസസ്
മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത് തന്നെ നമ്മൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ചില ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ചില ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഗോൾ ഓറിയൻറ്റഡ് ആണ് എന്ന് പറയാം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ പെർവസീവ്. മാനേജ്മെൻറ്റ് ഈസ് എ പെർവസീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാം. നമ്മൾക്കൊരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന നാട്ടുപ്രദേശത്ത് മാത്രമല്ല, ഇത് ഇന്ത്യയിലൊട്ടുക്കും അതുപോലെ ലോകത്തൊട്ടുക്കും നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയ ഒരു ടേമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഏതൊരു മേഖലയിലും നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമും കൂടിയാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഈസ് എ പെർവസീവ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എനിവെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിൽ എവിടെയുള്ള ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ അപ്ലിക്കബിളായ അല്ലെങ്കിൽ അവിടെയൊക്കെ അപ്ഡോട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാനേജ്മെൻറ്റ് ഈസ് എ പെർവസീവ് നാച്ചർ എന്ന് നമ്മൾക്ക് ക്ലിയർ ആയി തന്നെ പറയുവാൻ പറ്റും. ദെൻ തേർഡ് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് ഇസ് എ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ, മെഷീൻ, മെറ്റീരിയൽ അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സസ്. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ മാത്രം ഇഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യുകയല്ല മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ അവിടെ മെഷീൻ ഉണ്ടെങ്കിൽ അതിനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യും, മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സിനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സാണ്, ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് എ വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് എ പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് എ ഓപ്പറേഷൻ, ഇതാണ് നമ്മളൊരു മൾട്ടി ഡയമെൻഷണലായിട്ട് പറഞ്ഞത്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, നമ്മുടെ വർക്കൊന്ന് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നാരോ സെൻസ് ഉള്ളൊരു ടേം അല്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ടേമാണ്. ഇറ്റ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ഏരിയാസ് എന്ന് നമ്മൾക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സ് എന്ന് പറയാം. നമ്മൾക്ക് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തെയും നമ്മൾക്ക് മാനേജ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഇഫക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ അതിനെ എഫിഷ്യൻ്റ് ആക്കാം എന്ന് നമ്മൾക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് എന്ന് പറയാം. കാരണം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞില്ല, അതിനെ തുടർന്ന് പോകുന്ന ഒരു തുടർ പ്രവർത്തനമായിട്ടാണ് മാനേജ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ്സ് എ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് ഓൾ അതർ ഫങ്ഷൻസ് റിലേറ്റഡ് ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ ഇത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമല്ല മാനേജ്മെൻറ്റ്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ദ ആക്ടിവിറ്റീസ് ഓഫ് സെവറൽ പീപ്പിൾസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ അസോസിയേഷൻ ഓഫ് പീപ്പിൾസ് ആണ് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ മാനേജ്മെൻറ്റും പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ ഓർഗനൈസേഷൻ ക്യാൻ ബി ഇഫക്റ്റീവ്ലി അറ്റൈൻഡ് ബൈ ദ ഗ്രൂപ്പ് റാദർ ദാൻ ബൈ ആൻ ഇൻഡിവിജ്വൽ. നമ്മൾക്ക് ഒരാൾക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾക്ക് ഒരാൾ ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ടായിരിക്കും ഒരു കൂട്ടം ആൾക്കാർ കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വ്യക്തികൾ കൂടി ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾക്ക് മാനേജ്മെൻറ്റിനെ പറയുവാൻ പറ്റുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഗോളാവട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ആവട്ടെ, എയിം ആവട്ടെ, ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടി ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒരാൾ ചെയ്തുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്കും എത്താൻ നമ്മൾക്ക് ഓർഗനൈസേഷൻ്റെ ഒരു ലക്ഷ്യത്തിലേക്കും ഒരാൾ വിചാരിച്ചാൽ എത്താൻ പറ്റില്ല. നമ്മൾക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾക്ക് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഈ പറയുന്ന ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ സെക്ഷനിലൂടെയാണ് ഒരു പ്രവർത്തനം നടക്കുന്നത്. അത് എല്ലാവരും നല്ല രീതിയിൽ ഗ്രൂപ്പായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ ഹേർട്ടായിട്ട് അവർ അർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതൊരു നല്ല റിസൾട്ടുള്ള ഓർഗനൈസേഷനായിട്ട് മാറും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് നമ്മൾക്ക് കൃത്യമായി തന്നെ പറയുവാൻ പറ്റും.
ദെൻ നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ ഓൾ സിറ്റുവേഷൻ. ഇറ്റ് മസ്റ്റ് ബി അഡോപ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷനിൽ പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റിന് ഒരുപാട് തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഒരിക്കലും ഒരു സ്റ്റാറ്റിക് പൊസിഷനിലല്ല നിൽക്കുന്നത്. എപ്പോഴാണ് ഏത് സിറ്റുവേഷനിൽ നമ്മൾക്കത് ചേഞ്ച് ചെയ്യേണ്ടത്, ആ സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ചേഞ്ചിങ് സിനാരിയോ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചുറ്റുപാടിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് വേരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഓർഗനൈസേഷൻ, ആ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ മാറ്റുവാനും നമ്മൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് അതിനനുസരിച്ച് അത് അഡോപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് നമ്മളെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രിൻസിപ്പിൾസൊക്കെ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുവാനും പറ്റും. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ദെൻ സെവൻത്ത് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ. മാനേജ്മെൻറ്റിനെ നമുക്ക് കാണാൻ, ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾക്ക് കാണാൻ പറ്റണമെന്നില്ല. പക്ഷേ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ ഗുഡ് വില്ലൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെയാണ്. പക്ഷേ മാനേജ്മെൻറ്റ് പ്രോസസ്സ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസസ്സ് ഇഫക്റ്റീവായി നടന്നാൽ മാത്രമേ ഓർഗനൈസേഷനിൽ എന്തുണ്ടാവൂ, ഈ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ദ പ്രസൻസ് ഫെൽറ്റ് ബൈ ദ റിസൾട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ, എക്സാമ്പിൾ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കനോട്ട് ബി സി ഓർ ടച്ച്, നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല പക്ഷേ ഈ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സിനാണ്. പക്ഷേ അങ്ങനെ നല്ല ഇഫക്റ്റീവായിട്ട് പ്രോസസ്സ് നടന്നാൽ നമുക്ക് എന്തുണ്ടാവും അവിടെ, ഇൻക്രീസിങ് പ്രോഫിറ്റ്. അപ്പോൾ ഇറ്റ്സ് എൻ ഇൻടാഞ്ചിബിൾ ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻടാഞ്ചിബിൾ ആണ്. ബട്ട് ഇറ്റ് ഈസ് വെരി നെസസറി ടു എവറി ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കോട്ട് ഔട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഗോൾ ഓറിയൻറ്റഡ് ആണ്, ദെൻ സെക്കൻഡ് വൺ പേഴ്സീവ് ആണ്, ദെൻ തേർഡ് വൺ മൾട്ടി ഡയമെൻഷൻ ആണ്, ദെൻ ഫോർത്ത് വൺ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ദെൻ ഫിഫ്ത്ത് വൺ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഡൈനാമിക് ഫംഗ്ഷൻ, ചേഞ്ചസ് മേ ബി ഡൺ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിളിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. ഇതൊരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിസ് ആയിട്ട് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? Objectives of management broadly classified into three major heads, that is organizational objectives, social objectives and personal objectives. നമ്മൾക്കൊരു മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിനൊന്നിന് നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാം, മറ്റേ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാം, പിന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്നും പറയാം. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന മൂന്ന് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് സെറ്റ് ബൈ ദ മാനേജ്മെൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻസ് ആർ കോൾഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അത് നേരത്തെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അത് നേരത്തെ തന്നെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ആരാ? മാനേജ്മെൻ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊരു ഇക്കണോമിക് ഒബ്ജക്റ്റീവ് ആണ്. ദ എലമെൻറ്റ് ഓഫ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആർ സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. ഇപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് നിലനിൽക്കുക, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ ഗ്രോത്ത് വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഈ പറഞ്ഞ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പ്രീ ഡിറ്റർമിൻഡ് ആയ ഒരു ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം, എത്ര പ്രോഫിറ്റ് നേടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്. എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്? എ ബിസിനസ് ഷുഡ് ബി കണ്ടക്റ്റഡ് ദ ആക്ടിവിറ്റീസ് ടു ഫുൾഫിൽ ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ സൊസൈറ്റി. അൺഡിസൈറബിൾ ആക്ടിവിറ്റി ഷുഡ് നോട്ട് ബി അണ്ടർടേക്കൻ ഫോർ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇതിലാണ് നമ്മുടെ സോഷ്യൽ ഒബ്ലിഗേഷനൊക്കെ വരുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുന്നത്. എന്താണ്?
ബിസിനസ്സിൽ നിന്ന് ഈ പറയുന്ന സൊസൈറ്റി കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. അതാണ് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ സൊസൈറ്റിയോടുള്ള ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയുടെ നേരെ വിപരീതമായി ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൊസൈറ്റിയുടെ വളർച്ചയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെയോ എതിരായിട്ട് ബാധിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ നമ്മൾ ഈ എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനുണ്ട്. അപ്പോൾ ബിസിനസ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിന് കൂടെ തന്നെ അവിടെയുള്ള സൊസൈറ്റിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൂടി ബിസിനസ് ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ സൊസൈറ്റി ബിസിനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഫുൾഫിൽ ചെയ്യണം. ഒരിക്കലും സൊസൈറ്റിക്ക് എതിരായിട്ട് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ല ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then what is the personal objective? The management must reconcile the personal goals with the organizational objectives to have a harmony in the organization. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റും, നല്ല ഹാർമണി അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഏത് ഒബ്ജക്റ്റീവ്? പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ആ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനും അല്ലെങ്കിൽ അതിലുള്ള ഈ പറയുന്ന വർക്കേഴ്സിനും അതിനനുസരിച്ച് പേഴ്സണലായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യാൻ പറ്റണം? നേടുവാൻ പറ്റണം. അപ്പോൾ ഇത് രണ്ടും റീകൺസിൽ ചെയ്യാൻ പറ്റണം. പേഴ്സണൽ ഗോളും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഒരുമിച്ച് കോപ്പപ്പ് ചെയ്യാൻ പറ്റണം, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ഓർഗനൈസേഷന് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഇഫക്റ്റ് ആരുടെ ജീവിതത്തിലുണ്ടാകണം? അവിടെ ഉണ്ടാകുന്ന വർക്കേഴ്സിൻ്റെ ജീവിതത്തിലുണ്ടാകണം. അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവിനും അതിനുമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ എനിക്ക് പറയുവാനുള്ളത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ ഈ പറയുന്ന എല്ലാ ടേമുകളും ഏകദേശം സെയിം ആയ ടേമുകളാണ്, പക്ഷേ നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ എഴുതുക. ദെൻ ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പ് ഗോൾസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ പ്രോപ്പർ മാനേജ് ചെയ്യുക. ഈ ഓർഗനൈസേഷനിലുള്ള എല്ലാ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുവായ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇൻഡിവിജ്വലായ ഒബ്ജക്റ്റീവൊക്കെ ഉണ്ടാകും, പക്ഷേ നമ്മൾ ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ നമ്മളെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവിനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിൽ നമുക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് എ ഗോൾസ് വിത്ത് എ മിനിമം റിസോഴ്സസ്. നമ്മളെ മിനിമം റിസോഴ്സിൽ തന്നെ നമുക്ക് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ ആസ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. എപ്പോഴാണ് ഈ പറയുന്ന ചേഞ്ചസ് ഓർഗനൈസേഷനിൽ വേണ്ടത് ആ സമയത്ത് തന്നെ ആ ചേഞ്ചസ് വരുത്തുവാൻ നമ്മൾക്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പറ്റുമെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ദ പീപ്പിൾ ഓർ എംപ്ലോയീസ് ടു അഡോപ്റ്റ് സച്ച് എ മാനേജ് ചേഞ്ചസ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽസിനും വർക്കേഴ്സിനെ പ്രോപ്പർ ട്രെയിനിങ്ങും മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അത്തരത്തിൽ നമുക്ക് ഈ ഡൈനാമിക് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ സസ്റ്റൈനബിൾ ആയ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമുക്ക്. അപ്പോൾ ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, ഇൻക്രീസിങ് എഫിഷ്യൻസി, ക്രിയേറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻ, ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്, ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻ 21st സെഞ്ച്വറി, ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ എന്താണ് മാനേജ്മെൻറ്റ്? മോഡേൺ ഓർഗനൈസേഷൻ ഇസ് എ ഗ്ലോബൽ ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് ടു ബി മാനേജ്
അപ്രോച്ച്ഡ് ഇൻ എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. നമ്മളൊരു ഗ്ലോബൽ രീതിയിലാണ് ഇനി മാനേജ്മെൻറ്റിനെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്കിതിൽ എനിക്ക് പറയുവാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് ടേമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ മാനേജ്മെൻറ്റ് അപ്രോച്ചസ്. ഓക്കെ, ലെറ്റ്സ് സീ different approaches of management. The management approaches are broadly classified into 4 major heads, that is classical approaches, neoclassical approaches, modern approaches, emerging or latest approaches. Okay, അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസുകളെ കുറിച്ചാണ് പറയുന്നത്. അത് 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 1 ക്ലാസിക്കൽ, 2 നിയോ ക്ലാസിക്കൽ, 3 മോഡേൺ, 4 എമർജിങ് ഓർ ലാറ്റസ്റ്റ് അപ്രോച്ചസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച്, അതുപോലെ നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്, ഈ 3 അപ്രോച്ചസുകളെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഈ 3 അപ്രോച്ചസുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഈ എമർജിങ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്രോച്ച് നമ്മൾക്ക് അവസാനത്തെ മൊഡ്യൂളായിട്ടാണ് പറയാനുള്ളത്. അത് നമ്മളപ്പോൾ ആ സമയത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ് us see. ക്ലാസിക്കൽ അപ്രോച്ച് ഇൻക്ലൂഡ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച്, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് അപ്രോച്ചസ്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് ഇൻക്ലൂഡ്സ് 3 സബ് ഹെഡിങ്സ്, ദാറ്റ് ഈസ് സയൻറ്റിഫിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റിക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ +2 ലെവലിൽ പഠിച്ച കാര്യങ്ങളാണ്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചസ്. ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു അഗെയിൻ 2, ദാറ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചസ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ചസ്. First one, human relation approaches, then second one, behavioral approaches. The third classification is modern approaches. Then again divided into quantitative approaches, system approaches, contingency approaches and operational approaches. In simply modern approaches again divided 4 categories, that is quantitative, system, contingency and operational approaches. Okay. The last one, emerging or latest trends of approaches, Kaizen, TQM, total quality management, total productive maintenance and management information system, MIS. Okay, that included in emerging or latest trends in approaches in management, in the field of management. ഓക്കെ, അപ്പോൾ ഈ ഒരു ആദ്യത്തെ 3 കാറ്റഗറീസ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറയാനുണ്ട്. അവസാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾക്ക് നോക്കാം. ഓക്കെ, ക്ലാസിക്കൽ അപ്രോച്ച് എന്താണ്? ഈ ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററിയാണ്, ഒരു പഴയ തലത്തിലുള്ളതായിരിക്കും ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ ബേസിക്കൽ അപ്രോച്ചാണ്, ഇതൊരു ബേസിക്കായ ഒരു അപ്രോച്ചാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് തിയറീസിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലെ ഏറ്റവും ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ള എല്ലാ അപ്രോച്ചസിനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്, ഒരു അടിത്തറ എന്ന് പറയുന്നത് ദീസ് ക്ലാസിക്കൽ അപ്രോച്ചസ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ്, ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രഡീഷണൽ അപ്രോച്ച്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ട്രഡീഷണൽ അപ്രോച്ച് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ്. This is the first step towards the study of management as a distinct field of study. ഇതാണ് ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്റ്റഡിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അപ്രോച്ചസ് ആണ്. വിച്ച് ഇൻക്രീസ് ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷൻ. ദ നീഡ് ഫോർ എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ് ബിക്കം നെസസറി. Attempts were made to search for a ways to increase industrial production. The classical approach recommend that managers continuously strive to increase organizational efficiency in order to increase production. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന ഇനിയെല്ലാം പറയുന്ന എല്ലാ അപ്രോച്ചസിൻ്റെ ഒരു ബേസായ അപ്രോച്ചസാണ്. ഇതൊരു ഓൾഡസ്റ്റ് അപ്രോച്ചസാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിലെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് സംബന്ധിച്ച കുറേ കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് സം ഓഫ് ദ ഏർലി വർക്ക്സ് ഓൺ മാനേജ്മെൻറ്റ്.
ദിസ് വർക്ക്സ് പ്രൊവൈഡ് ബേസ് ടു ദ മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. അല്ല, ഒന്നാമത് പറയുന്നത് ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ ഏർലി വർക്കാണ്, ആദ്യത്തെ വർക്കാണ്. അതുപോലെ തന്നെ ഈ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയും ഒരു ബേസ് ആയിട്ട്, ഒരു അടിത്തറയായിട്ട് നമുക്ക് ഈ ക്ലാസിക്കൽ അപ്രോച്ചസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, it attempt to find ways and means to increase output of each worker. ഈ ഒരു അപ്രോച്ച് പ്രകാരം, ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് പ്രകാരം നമ്മൾക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാം, ഓരോ വർക്കറുടെയും ഔട്ട്പുട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് ഓരോ ഇൻഡിവിജ്വൽ വർക്കറുടെയും ഔട്ട്പുട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിൽ ചെയ്യുന്നത്. The third one, management is viewed as a systematic network of interrelated function. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇതിലൊരു ഓർഗനൈസേഷൻ്റെ ഓരോ ഫംഗ്ഷനും ഒരു ഇൻ്റർ ഫംഗ്ഷനാണ്. അപ്പോൾ അതിനെ കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ വർക്ക് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിൽ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നു. Then fourth one, functions, principles and skills of management are considered universal. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ള ഒരു സാധ്യതയാണ് ഈ ഒരു അപ്രോച്ചസിനുള്ളത്. ഇതിലുപയോഗിക്കുന്ന ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ്, സ്കിൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇതൊക്കെ ഒരു യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയ ടേം ആണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ദേ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ഇൻ ഓൾ ഓർഗനൈസേഷൻ. അതായത് ഇത് നമ്മുടെ വിവിധ തരങ്ങളായ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്കത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനുകളിലും ഇത് ഉപയോഗിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച്, ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കിൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, emphasizes is placed on economic efficiency and the formal organization structure. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സെക്ഷനിൽ ഇക്കണോമിക് എഫിഷ്യൻസിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇക്കണോമിക് എഫിഷ്യൻസി അതായത് നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, വെൽത്ത് വർദ്ധിപ്പിക്കുക, ഗ്രോത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചസിൽ മെയിനായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ എഫിഷ്യൻസിയാണ്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഇക്കണോമിക്കൽ എഫിഷ്യൻസി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചസ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. Then sixth one, people are motivated by economic gains, therefore organization control economic incentives. അതുപോലെ തന്നെ പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ഇക്കണോമിക് ഗെയിൻസ്. നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിന് നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് വർക്കേഴ്സിന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഗെയിൻസ് വർക്കേഴ്സിന് കിട്ടുകയാണെങ്കിൽ അവർ അൾട്ടിമേറ്റ്ലി അവരെന്താവും, അതൊരു മോട്ടിവേറ്റഡ് ആവും. ഇപ്പോൾ ഓർഗനൈസേഷനിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കേഴ്സിന് നമ്മൾ ഒരു വാക്കാൽ കൊടുക്കുന്ന ഒരു അപ്രീസിയേഷന് മാത്രം കൊടുത്താൽ പോരാ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ നേരത്തെ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇക്കണോമിക്കൽ ഗെയിൻസ്, ദാറ്റ് മീൻസ് ടു പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് ആൻഡ് അതർ എക്കണോമിക് ഫെസിലിറ്റി ടു ദ വർക്കേഴ്സ്. അങ്ങനെ ആവുമ്പോൾ ഫോർ ദെയർ ബെറ്റർമെൻറ്റ്, അങ്ങനെ ആവുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, അവരൊരു മോട്ടിവേറ്റഡ് ആവും എന്ന് പറയാം നമ്മൾക്ക്. കാരണം അവർ വർക്ക് ചെയ്തതിനനുസരിച്ച് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഓർഗനൈസേഷനിൽ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം നമ്മൾക്കും തരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന എംപ്ലോയീസിന് വരികയും, അതുപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ വളർച്ചയിൽ ഞാനും പങ്കാളിയാകുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് വളരുമ്പോൾ ഞാനും വളരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന എംപ്ലോയീസിന് ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസിക്കൽ അപ്രോച്ചസിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയാം. അതൊരു ഫീച്ചേഴ്സായിട്ട് നമുക്ക് ക്ലാസിക്കൽ അപ്രോച്ചസിൻ്റെ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ലാസിക്കൽ അപ്രോച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ബേസ് അപ്രോച്ചാണ്, ഒരു ബേസിക് അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ച്. ഒരു ഓൾഡസ്റ്റ് അപ്രോച്ചാണ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസിക്കൽ അപ്രോച്ച്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് എ ട്രഡീഷണൽ ഓർ മാനേജ്മെൻറ്റ് പ്രോസസ് അപ്രോച്ച് ഓർ എംപിരിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള പേരുകൾ ഇതിനെ പറയും. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയും, ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയും, മാനേജ്മെൻറ്റ് പ്രോസസ് അപ്രോച്ച് എന്ന് പറയും, എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയും. അതൊക്കെ പറയാനുള്ള കാരണം ഇതൊരു ഓൾഡസ്റ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഓൾഡസ്റ്റ് വേ ആണ് ഒരു ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ക്ലാസിക്കൽ അപ്രോച്ച് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ടു 3 മെയിൻ മേജർ ഹെഡ്സ്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് നമ്മൾ 3 തരത്തിലാണ് നമ്മളതിനെ മെയിനായിട്ട്
നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ക്ലാസിക്കൽ അപ്രോച്ചസിനെ. അതിലൊന്നാമത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ദെൻ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. ദി ത്രീസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ക്ലാസിക്കൽ അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 മെയിൻ ഹെഡിങ്ങുകളാണ് ക്ലാസിക്കൽ അപ്രോച്ചസിൽ വരുന്നത്. ഒന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ദെൻ സെക്കൻഡ് വൺ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ദെൻ തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചസിൽ വരുന്നത്. ഈ 3 മെയിൻ ഹെഡിങ്ങുകളാണ് ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളതിനെ വിശദമായിട്ട് നമ്മൾ പറയും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ മാനേജ്മെൻറ്റും അത്തരത്തിലുള്ള അപ്രോച്ചസിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ അപ്രോച്ചസ് ഇൻക്ലൂഡ്സ് ത്രൂ 3 മേജർ ഹെഡ്സ്, ദാറ്റ് ഈസ് സയൻറ്റിഫിക്, ബ്യൂറോക്രാറ്റിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ദെൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റിയാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് ടെക്നിക് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടു ഇൻക്രീസ് ദ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി ഓർ ഇൻഡിവിജ്വൽ എഫിഷ്യൻസിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി ഓർ എഫിഷ്യൻസി of the individual workers that ultimately leads to the increase in the production of the organization, that leads to the maximization of profit. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി എങ്ങനെ നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആക്കാം, അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ആക്കാം എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അതിനെന്തൊക്കെ തരത്തിലുള്ള സയൻറ്റിഫിക് ടൂളാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റമാറ്റിക് വേയിലൂടെ ചെയ്താലാണ് ഇത്തരം പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി നമ്മൾക്ക് വർദ്ധിപ്പിക്കുവാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയാം. അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ ഓവറോൾ ഓർഗനൈസേഷൻ സിസ്റ്റം. ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫോർമലാണ്. അപ്പോൾ ഓർഗനൈസേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരു ഓർഗനൈസേഷണൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അതിൽ ഉൾപ്പെടുത്തിക്കുന്ന ഓരോ പറഞ്ഞ സ്റ്റേജസ് എങ്ങനെയായിരിക്കണം, അതിലെ പിന്നെ ഓരോ എംപ്ലോയീസിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കണം, അത്തരത്തിലൊരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു ചുറ്റുപാടിനെ കുറിച്ചാണ്, ഒരു ഓവറോൾ ചുറ്റുപാടിനെ കുറിച്ചാണ് നമ്മൾ ഈ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൽ പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് സെക്ടർ ഈ പറയുന്ന രീതിയിൽ ഒരു ബ്യൂറോക്രസി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഫോക്കസ് ഓൺ ദ ഓവറോൾ ഓർഗനൈസേഷണൽ സിസ്റ്റമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മളെ 14 പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ ഈ ഒരു പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. അവിടെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇൻ്റർറിലേറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഓരോ ഫങ്ഷനും, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ ഫോക്കസ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മെയിൻ കാറ്റഗറീസിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി കോൾഡ് ആസ് എ ക്ലാസിക്കൽ അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് അപ്രോച്ചസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഈ ഒരു അപ്രോച്ചസിനെ കുറിച്ച് പറയുമ്പോൾ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നൽകുക, പിന്നെ നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചസിലേക്ക് അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് മാനേജ്മെൻറ്റിനെ ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ നരേറ്റ് ചെയ്യുക, അതിൽ ക്ലാസിക്കൽ അപ്രോച്ചിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ നൽകുക എന്നുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ബ്യൂറോക്രാറ്റിക്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ വിശദമായി തന്നെ പഠിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ന് നടന്ന ക്ലാസ്സിൽ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ, ഇതൊരു ലൈവ് മോഡൽ യൂട്യൂബ് ക്ലാസ്സാണ്, നിങ്ങൾ ഈ ക്ലാസ് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടേമിനെ കുറിച്ച് മനസ്സിലാവാത്തയോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ക്ലാസ് കാണുന്ന രൂപത്തിൽ തന്നെ അവിടെ ഒരു ലൈവ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്.
ഓക്കെ, അത്തരത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുവാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് ആദ്യത്തെ ക്ലാസ്സാണ്. നമുക്ക് ഈ പറയുന്ന മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിളിലെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.